ഹലോ, വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ. ഇന്നത്തെ ഒരു സുപ്രധാനമായ ഒരു ദിവസമാണിന്ന്. കാരണം ഒരു പാവപ്പെട്ട യുവാവിനെ ഒരുപാട് നാൾ ഒരുമിച്ച് നടന്ന് അവസാനം വേറെ ഒരു നല്ല വിവാഹം എന്ന് വന്നപ്പോൾ ആ യുവാവിനെ വീട്ടിലേക്ക് ക്ഷണിച്ച് അരിഷ്ടത്തിൽ കീടനാശിനി ഒഴിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് വിധി വന്നിരിക്കുകയാണ്. ഗ്രീഷ്മ എന്ന പെൺകുട്ടിക്ക് തൂക്കുകയർ നമ്മുടെ കോടതി വിധിച്ചിരിക്കുകയാണ്. ഒരു തെളിവുമില്ലാതെ തേഞ്ഞു മാഞ്ഞു പോകേണ്ട ഒരു കേസ് നമ്മുടെ കേരള പോലീസിലെ ക്രൈം ബ്രാഞ്ച് ഏറ്റെടുത്ത് ഇത്രയും സമർത്ഥമായി കേസ് അന്വേഷിച്ച് ഇങ്ങനെ ഒരു വിധി വാങ്ങിച്ചു കൊടുത്തെങ്കിൽ അത് നമ്മുടെ കേരള പോലീസിൻ്റെ സാമർത്ഥ്യം കൂടിയാണ്. അപ്പോൾ കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട്. ഗ്രീഷ്മ എന്ന യുവതി ഈ പാവപ്പെട്ട പയ്യനെ, ഷാരോൺ എന്ന പയ്യനെ വളരെ അങ്ങോട്ട് ചെന്ന് പ്രേമിച്ച് ഇവനിൽ അതിജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ഭയങ്കര അടുപ്പമാവുന്നു. അങ്ങനെ അവസാനം അവരെ വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാകുന്ന സമയത്താണ് ഈ ഗ്രീഷ്മയ്ക്ക് ഇവരുടെ വീട്ടിൽ നിന്ന് മുഖേനെ ഒരു മിലിറ്ററിക്കാരൻ്റെ, ഒരു സമ്പന്നൻ്റെ വിവാഹാലോചന വരുന്നത്. അപ്പോൾ ഇവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അത് ഗ്രീഷ്മയുടെ ആവശ്യമാണ്. അവർ കുടുംബാദികളെ കൂട്ടുപിടിച്ച് ഈ പാവം പയ്യനെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഈ പാവം പയ്യനെ കീടനാശിനി കൊടുത്ത് കൊലപ്പെടുത്തും. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ ഈ കേസ് വാദിച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസർമാർ അർഹിക്കുന്ന ശിക്ഷ തന്നെ ഈ ഗ്രീഷ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു. അതിൽ നമ്മുടെ കോടതിയിൽ ഉണർന്നു പ്രവർത്തിക്കുന്നു. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മങ്ങലേറ്റിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു വിധിയാണിത്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂവിൽ കണ്ടു, ഈ പോലീസ് ഓഫീസറോട് പത്രക്കാർ ചോദിക്കുന്നത്, ഗ്രീഷ്മയ്ക്ക് അറസ്റ്റ് ചെയ്ത അന്ന് തൊട്ട് വല്ല ഭാവവ്യത്യാസമോ വല്ല കുറ്റബോധമോ ഉണ്ടോ? ഒരു കുറ്റബോധവും ഇല്ല. വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അത്രയും ഒരു കട്ടിയുള്ള മനസ്സിനുടമയായ ഈ പെൺകുട്ടി ഈ സമൂഹത്തിന് പുറത്തായി ഇന്നലേക്ക് എത്ര പേരെ കൊണ്ടുപോകും? അതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തു തന്നെയായാലും ഷാരോണിൻ്റെ മാതാപിതാക്കൾക്ക് ഇന്ന് സംഗതി മകൻ നഷ്ടപ്പെട്ട വിഷമം അവർക്കറിയുള്ളൂ. എങ്കിലും മകനെ കൊലപ്പെടുത്തിയ പ്രതിക്ക് ഇത്രയും നല്ല ഒരു ശിക്ഷ കിട്ടിയതിൽ അവർക്ക് സന്തോഷമുണ്ടാകും. അല്ലാതെ അവരുടെ മകൻ അവർക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ ആ കുടുംബത്തിൻ്റെ കണ്ണുനീരിൽ ഞാൻ പങ്കുചേരുന്നു. അതോടൊപ്പം നമ്മുടെ കേരള പോലീസിന് ബിഗ് സല്യൂട്ട്. ജയ് ഹിന്ദ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. ബൈ. കൈതപ്പള്ളി ചാനലിനെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കേ.